നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെ തുടങ്ങിയ സംഭവങ്ങളാ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നേ? എനിക്കിപ്പോഴും മാനസയുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ സംശയമില്ല. അത് അവളുടെ കാമുകന്റെ കുഞ്ഞല്ല, എന്റെ മോന്റെ കുഞ്ഞ് തന്നെയാ. ആരെയും വിശ്വസിക്കാനും പറ്റില്ല, സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയില ഞാനിപ്പോ നിൽക്കുന്നേ. അപ്പോ ദേവേണ്ണ ഇപ്പോഴും മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുണ്ടല്ലേ? എനിക്ക് മാത്രമല്ല ജയ, പലർക്കും ഈ സംശയമുണ്ട് ഇപ്പോ. അത് മാനസിയോട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മാനസിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് DNA ടെസ്റ്റ് നടത്താതെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോ. ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും പറഞ്ഞ നീയും കേട്ടതല്ലേ, അവരുടെ മോനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ലെന്ന്. അതുകൊണ്ട് മകന്റെ കുഞ്ഞിനെങ്കിലും അവർക്ക് വേണോന്ന്. ദേവേട്ട, ഒരമ്മ ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ. മാനസ പറയുന്നതേ ഞാൻ വിശ്വസിക്കൂ. നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോ മാറ്റി പറയാറുണ്ട്. കാലം അതാ. എന്തായാലും മുൻകൂട്ടിയുള്ള വിധി നിർണയമൊന്നും ഇപ്പൊ വേണ്ട. എല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എനിക്കിപ്പോഴും ഒരു സംശയമില്ല ദേവേട്ട. ആര് ചതിച്ചാലും മാനസമോൾ എന്നെ ചതിക്കില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാൻ എന്താ പറയാ. നിങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ച് ചെയ്ത ഈ സംഭവത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് നമ്മുടെ ഭാവനയാ. എന്നിട്ടും നിനക്കിപ്പോഴും ഭാവനയോട് യാതൊരു അനുകമ്പയും കാണുന്നില്ലല്ലോ. ഭാവനയോടൊപ്പം നിൽക്കാനും അവളെ സഹായിക്കാനും അവൾക്ക് അവളുടെ വീട്ടുകാരുണ്ട്. പിന്നെ സൂര്യൻ ദേവേട്ടനും ഉണ്ട്. പക്ഷെ മാനസയ്ക്ക് ആരും ഉള്ള ദേവേട്ട, ഈ ഞാൻ മാത്രം. അവളുടെ അച്ഛനും അമ്മയും വരെ അവളെ സംശയത്തിന്റെ കണ്ണിലാ കാണുന്നത്. മാനസോട് ഇവിടെ ആരും ഇതൊരു വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. പക്ഷെ ഭാവനയോട് പലർക്കുള്ള സമീപനം അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും സൂര്യയിൽ നിന്ന് ഭാവന അകറ്റി നിർത്തുക. എന്താ, ശരിയല്ലേ? ദേവേട്ടൻ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവത്തിന്റെ പേരിൽ ഇനി അനുഭവിക്കാനുള്ളതെല്ലാം നമുക്ക് അനുഭവിക്കാം. എനിക്കത്രേ പറയാനുള്ളൂ.